ഞാനത് ഉറപ്പിച്ച് പറഞ്ഞത് CPM-ഉമായിട്ട് ഒരു ബന്ധമില്ല, ഞങ്ങളെ സഹായിക്കുന്ന പ്രശ്നമില്ല. ഒരു കാലത്തുമില്ല. ഒരു കാലത്ത് ഉന്നയിക്കുന്നതിന് എന്താ വേറെ പ്രയാസമുള്ളത്? എന്ത് തോന്നിയാസം പറയുന്നതിനാൽ നമ്മളെ ഉത്തരം പറയേണ്ട പല കാര്യങ്ങൾ. ഞാനും ഉറപ്പിച്ച് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് CPM-ഉമായിട്ട് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഈ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ഈ വിഷയമാണോ പ്രധാനമായിട്ട് ഉയർത്തി? ഈ വിഷയം മാത്രമൊന്നുമല്ല, എത്ര വിഷയം. അവർക്കൊരു വിഷയമില്ല. അവരല്ലേ വിഷയമില്ല. ഞങ്ങളല്ലേ ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലുള്ളത്. UDF-ന് വല്ല വിഷയമുണ്ടോ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനായിട്ട് കുമുറ ചീത്ത പറയുന്നതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു വിഷയം അവർക്ക് പറയാനുണ്ടോ? ഒരു വിഷയം അവർക്ക് പറയാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കറക്റ്റായിട്ട് പറയുകയാണ്, വർഗീയമായ ഒരു മുന്നണിയാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ UDF-ൻ്റെ ഈ മുന്നണി. സാധാരണ UDF എന്നാണ് പറയുക, ഇപ്പോൾ UDF അല്ല, വർഗീയ മുന്നണിയാണ്. PDP എന്ന് പറയുന്നതും ജമാഅത്ത് ഇസ്ലാമിയും ഒരുപോലെയാണ്. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, വീണ്ടും വീണ്ടും ആവത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാരണം എന്താ? PDP എന്ന് പറയുന്നത് ഇതുപോലെ സാർവദേശീയ തലത്തിലുള്ള വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണോ? അല്ലെങ്കിൽ വർഗീയ ലോകം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണോ? ചോദിച്ചതിന് മറുപടി പറ. ഒരു വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും പീഡിപ്പിക്കപ്പെട്ടൊരു വിഭാഗം എന്ന രീതിയിൽ എല്ലാവർക്കും അറിയുന്നതാണ് PDP-യിൽ ഇന്നത്തെ അവസ്ഥ. പണ്ടത്തെ ഏതെങ്കിലും അവസ്ഥയിലാണ് പറയുന്നത്. ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗം എന്ന രീതിയിൽ അവരെടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ചിടത്തോളമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളും തമ്മിലുള്ള ഒരു മുന്നണിയുടെ ഭാഗമായിട്ടൊന്നുമല്ല.